ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പുറത്തു വരുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഓരോ വെളിപ്പെടുത്തലുകളുമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി രാധിക ശരത് കുമാറിൻ്റെ ഒരു നടുക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. മലയാള സിനിമാ സെറ്റിലെ ക്യാരവാനിൽ ഒളിക്യാമറ ഉണ്ടെന്നുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത് നടിയായിരുന്നു. ഇതിന് പിന്നാലെ വളരെ വലിയൊരു ചർച്ചയായി മാറിയിരുന്നു അത്തരത്തിലുള്ളൊരു സംഭവം. നടി അതോടുകൂടി ക്യാരവാൻ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ വരെ തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ മലയാള സെറ്റിൽ ക്യാരവാനിൽ ഒളിക്യാമറ ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അന്വേഷണ സംഘം കാര്യങ്ങളിൽ വ്യക്തത തേടി വിളിച്ചതായെന്നാണ് നടി രാധികയുടെ വെളിപ്പെടുത്തൽ. തമിഴ് സിനിമാ മേഖലയിൽ ഇത്തരത്തിലൊരു അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നും രാധിക ആവശ്യപ്പെട്ടിരുന്നു. എൻ്റെ സിനിമയുടെ സെറ്റിലാണോ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായെന്ന് ചോദിച്ച് തൊട്ടു പിന്നാലെ മോഹൻലാലും വിളിച്ചിരുന്നു. ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒളിക്യാമറ ദൃശ്യങ്ങളാണ് സെറ്റിൽ ഉണ്ടായിരുന്നവർ കണ്ടതെന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ ബഹളം വെച്ചു. നിർമ്മാണ കമ്പനി അധികൃതരെ വിളിച്ചു നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് ചിലരെങ്കിലും ചോദിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങൾക്കെതിരെ ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അനാവശ്യ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും നടി വ്യക്തമാക്കി. കൂടാതെ തമിഴ് സിനിമയിലെ ഉന്നതനായ താരം ഒരു യുവനടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രാധിക വെളിപ്പെടുത്തി. ചെന്നൈയിലെ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലായിരുന്നു വെളിപ്പെടുത്തൽ. യുവനടിക്ക് നേരെ അതിക്രമമുണ്ടായി നടൻ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഇടപെടൽ കാരണമാണ് നടിയെ രക്ഷിക്കാനായതെന്നും രാധിക പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും നടി കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക സമിതി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് തമിഴ് സിനിമാ ലോകം. മലയാളത്തിലേതുപോലെ തന്നെ തമിഴകത്തും തെലുങ്ക് സിനിമാ ലോകത്തും നടിമാർ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള നിലയിലേക്കാണ് സിനിമാ ലോകത്തെ കാര്യങ്ങൾ പോകുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.